അമ്മ വിശക്കണു. ആരാ പറയുന്നു? വയ്യ, പീരിയഡ്സ് ആയി. വയറുവേദനയുണ്ടോ? ഉണ്ട്, പക്ഷെ അതല്ല, പാഡ് കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഒന്നിനി വാങ്ങാം. സാരില്ല, ചേട്ടനെ കൊണ്ട് വാങ്ങിപ്പിക്കാം കേട്ടോ. അതിനാവോ നമുക്ക് അവനെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കാന്ന് കേട്ടോ. നീ ഇപ്പത് കഴിക്ക്. നീ പോയിട്ട് വരുമ്പോഴേ ഒരു പാഡ് വാങ്ങിച്ചോ. എനിക്കൊന്നും വേറെ പരിപാടി ഉണ്ട്. നീ അല്ലാണ്ട് പിന്നെ ആരാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാ? നീ അല്ല എല്ലാം ചെയ്യേണ്ടത്. വരുമ്പോ വാങ്ങിച്ചിട്ട് വായോ, പറഞ്ഞതനുസരിച്ചാ മതി. അത്യാവശ്യം അവിടെ ഫുൾ വാങ്ങാൻ പറയാ. അവളാണോ പോയി വാങ്ങിക്കേണ്ടത്? അവൾക്ക് വയ്യാണ്ടല്ലേ. ഈ വരവായിരിക്കാണ് കാണിക്കുന്നത്. ഒന്ന് നിർത്തോ, ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളാം. അല്ലെങ്കിൽ ഇവനെ എന്ത് കാര്യം ചെയ്തിട്ടുള്ളേ? ശരിയാണ്, നിന്റെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ തന്നെ പോയി വാങ്ങിയാൽ മതി. ഞാൻ പോവാണ്. നിനക്ക് മുഖം കടന്നലൂട്ടി പോലെ ഇരിക്കണേ. വീട്ടിലൊരു പെണ്ണുണ്ടല്ലോ, എന്റെ അനിയത്തി. അവൾക്ക് വയറ് വേദനിക്കുന്നു, അത് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നോട് പോയി പേട് വാങ്ങിച്ചിട്ട് വരാൻ. പാഡ് മേടിക്കാനല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ. അത് വേണമെങ്കിൽ അവൾക്ക് പോയി വാങ്ങിച്ചൂടെ? എന്തിനാ എന്നോട് പറയുന്നേ? ഇവിടെ അമ്മയ്ക്കുള്ള പാഡൊക്കെ ഞാനോ മേടിക്കണം. പിന്നെ നിന്റെ പ്രശ്നം എന്താ? നിനക്ക് വേണമെങ്കിൽ ഞാനെ പറ്റും, എനിക്കൊന്നും പറ്റില്ല. കടയിൽ പോയിട്ട് പേട് വാങ്ങിച്ചിട്ട് വരാനത്. നീ പോയി വാങ്ങിച്ചൂടെ? ഇപ്പൊ വേദനിച്ചാ? നിന്നോട് എടാ, ഞാൻ ഈ ചെറിയ വടിയെടുത്ത് എന്റെ വയറ്റില് ചെറിയൊരു അടി അടിച്ചപ്പോ നിനക്ക് ഇത്ര വേദന. എടാ, അപ്പൊ കുട്ടിക്ക് എന്തോരം വേദന എടുത്തിട്ടുണ്ടോ അവിടെ? എല്ലാ മാസവും ഇങ്ങോട്ട് നോക്ക്, എല്ലാ മാസവും ആ കുട്ടിക്ക് ഇതേപോലെ തന്നെ വേദനയുണ്ടോ? മൂഡ് സ്വിങ്സ്, ലോൺലിനെസ്, ഡിപ്രഷൻ. എടാ, പറ്റാണെങ്കിൽ നീ പോയിട്ട് പാഡ് മേടിച്ചു കൊടുക്ക്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തോണ്ട് അവർക്ക് ആ വേദന സഹിച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല. നിനക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നീ മനസ്സിലാക്ക്, പറ്റുകയാണെങ്കിൽ പോയി മേടിച്ചു കൊടുക്ക്. വേറെ ഒന്നും എനിക്ക് നിന്നോട് പറയാനില്ല. സ്വന്തം പെങ്ങളല്ലടാ. നീ എത്ര നാളെ അവളോട് സംസാരിച്ചിട്ട്? എപ്പോഴെങ്കിലും അവളുടെ മുഖത്ത് നോക്കി ചിരിക്കാറുണ്ടാ? സംസാരിക്കാറുണ്ടാ? ആ കുട്ടി എന്നോട് വന്ന് പറയാറുണ്ട്, നിന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ പോയി പാഡ് മേടിച്ചു കൊടുക്ക, എന്നിട്ട് പോയി സംസാരിക്കും. പോ ചെല്ലി പോ. ഞാൻ എപ്പോഴും ഒന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ ഞാൻ സംസാരിച്ചത്. വിഷമമായി. നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയും. നാളെ സംസാരിച്ചിട്ട് അകമാകെ ഒരു
കറങ്ങി മേടിച്ചു